തർക്കങ്ങൾ വിട്ടൊഴിയാതെ ഓങ്ങല്ലൂരിലെ ഓട്ടോറിക്ഷ ക്യൂ സിസ്റ്റം. ഇവിടെ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ അധികൃതർക്ക് നിവേദനം നൽകി. ഓങ്ങല്ലൂർ നഗരത്തിലെ 2-ാം നമ്പർ ഓട്ടോ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം നടപ്പാക്കണം എന്ന ആവശ്യവുമായാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. ഇക്കാര്യം ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ ആളുകളെ വിളിച്ചു കയറ്റുകയും റിട്ടേൺ പോകുമ്പോൾ ആളുകളെ കയറ്റിപ്പോവുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പറഞ്ഞു. ഓങ്ങല്ലൂർ സ്റ്റാൻഡിൽ ഇപ്പോൾ 2-ാം സ്റ്റാൻഡിൽ നിലവിൽ 98 വണ്ടിയോളം ഓടുന്നുണ്ട്. അവിടെ ആ വണ്ടികളിൽ ചില ഡ്രൈവർമാർ ചില ഭാഗത്തേക്ക് റോഡുകൾ മോശമായതിൻ്റെ പേരിലും 30 റുപ്യ പോയിന്റിലേക്ക് ബസ്സിൽ വണ്ടിയിൽ കയറിയാൽ അത് ബാക്കിലേക്ക് വിടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം. അവിടെ ഡ്രൈവർമാർ ചില 10-20ഓളം ഡ്രൈവർമാർ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യൂ സിസ്റ്റം നടപ്പിലാക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്കും CI ഓഫീസിലും പട്ടാമ്പി RT ഓഫീസിലും ഒക്കെ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും പഞ്ചായത്തിൽ അതിനെതിരായിട്ട് ചില ആളുകൾ ഒരു പരാതിയുമായി 2 ദിവസം മുന്നേ പഞ്ചായത്ത് പ്രസിഡന്റുമായി 10-35ഓളം പേർ ഒപ്പിട്ടിട്ട് ഒരു പരാതി ഇവിടെ ഇതിനെതിരായിട്ട് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു 63ഓളം പേര് ഇത് സിസ്റ്റം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെത്തിക്കുകയാണ്. ഓങ്ങല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെയും പട്ടാമ്പി പോലീസിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുകയും 2-ാം നമ്പർ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമാണെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തെത്തുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറകെയാണ് ക്യൂ സിസ്റ്റം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം തൊഴിലാളികൾ രംഗത്തെത്തിയത്. NCV ന്യൂസ്, തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.